കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് ടോപ്പ് പ്രസൻസ് ഒന്നെന്ന രുചി. റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നമ്മളെല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. നമുക്കൊരു നിങ്ങൾക്കായിട്ടൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബീന ആന്റണി. നമസ്കാരം. നമ്മൾ പണ്ടൊന്ന് ഓണത്തിനൊന്ന് അഭിനയിച്ചിട്ട് ഇപ്പോഴാണ് അഭിനയത്തിലൊന്നും മുട്ടിയാണ്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട്. സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു സാധനം പാകം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു ടാസ്ക് ആണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം. ഏകദേശം ഞാനൊക്കെ കൊച്ചുനാൾ പോലെ കാണുന്നതാണ്. കൊച്ചുനാൾ പോലെ നിങ്ങൾ കാണുന്നതാണ്. അത് കൊച്ചുനാൾ മുതൽ കാണുന്നത് സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പേര് വരുന്നത് ബീനാന്റണി, പിന്നീടാണ് സന്തോഷം. അത് നിങ്ങൾ ഈ തപസ്യ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അന്നത്തെ ഒരു 90s കിഡ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ പാട്ട് പോലും, അതിന്റെ ഒരു അവതരണ ഗാനം പോലും ഭയങ്കര ചിത്രചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ആ പാട്ടൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മലയാളികൾക്ക്. അപ്പൊ ആ ഒരു സീരിയലിലൂടെ ഒക്കെ നമ്മുടെ മനസ്സിൽ കയറിയ എല്ലാ വീട്ടമ്മമാർക്കും 90കളൊക്കെ TV കാണുന്നവർക്കൊക്കെ അന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആണ്. സ്നേഹം കൊണ്ടാണ് ഇപ്പൊ നെഗറ്റീവ് ഒക്കെ ചെയ്തിട്ടും വലിയ അടിയൊന്നും അപ്പൊ എന്ത് സ്പെഷ്യൽ ആണ് ഉണ്ടാക്കുന്നത്? ഇന്നത്തെ സ്പെഷ്യലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടനാണ്. മട്ടൻ എന്ന് വെച്ചാല് എന്റെ വീട്ടില് ഞങ്ങൾ രണ്ട് അറിയാലോ, ഞാനും മനും ഇന്റർകാസ്റ്റ് ആണ്. അപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ കൊളാബറേഷൻ ആണല്ലോ വീട്ടില്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചനും അമ്മച്ചിയുടെയൊക്കെ നമ്മൾ മട്ടൻ ഉണ്ടാക്കുന്ന വേറൊരു രീതിയാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോഴും മനുവിന്റെ വീട്ടിലെ മട്ടൻ കറി എന്ന് പറഞ്ഞാൽ തികച്ചും വിഭിന്നമായിരുന്നു. അപ്പൊ ആ മനുവിന്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ് ഞാൻ ഇന്നോട് വയ്ക്കാൻ പോകുന്നത്. അമ്മായിയമ്മയുടെ അമ്മായിമ്മ കിട്ടിയത്, ഡാഡിയുടെ അമ്മയുടെ കിട്ടിയത്. ഇത് നമ്മളെപ്പോഴും പലയിടത്തും പോകുമ്പോൾ പറയും പണ്ടത്തെ റെസിപ്പികളൊക്കെ, ഈ ഒരുപാട് പഴയ ഓരോ വീടുകളിലൊക്കെ റെസിപ്പികളൊക്കെ പലർക്കും കൊടുക്കാണ്ട് അതങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൈമാറി കിട്ടി, അത് ഇവിടെ കിട്ടി. ഇതൊട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവൻ ഞാൻ ഇനി ആരോമൽ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കും. പറയേണ്ട കാര്യമില്ല, അത് അവൻ തന്നെത്താനെ എടുത്തു കൊടുക്കണം. അവന് ഇഷ്ടമാണ് ഈ ടേസ്റ്റ്. അങ്ങനെ മട്ടൻ കറി റെഡിയാക്കാൻ പോവാണ്. ഐശ്വര്യമായിട്ട് നമ്മുടെ ഇത് കത്തിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇടാണ്. തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ ഒരു രുചി എന്ന് പറഞ്ഞാൽ അത് അല്ലേ അസാധ്യം. അപ്പൊ ഈ നമ്മുടെ ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഞാൻ ഇതിൽ കൂടി ഇട്ട് ആ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി അതും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഞാൻ വേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതിൽ ഇടാനുള്ളതാണ്. നമ്മൾ മട്ടൺ നമ്മൾ സമയം ലാഭത്തിന് വേണ്ടിയിട്ട് മട്ടൺ ഒന്നാം പാലല്ല രണ്ടാം മൂന്നോ അത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പാലിൽ എടുത്തിട്ട് നമ്മൾ ഒരു 3 ഇതിൽ ഒരുപാട് ഇഞ്ചിയൊന്നും ഇല്ല, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 പച്ചമുളക് മാത്രം ഇട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ സ്പോട്ടിൽ ഇവിടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. തേങ്ങ എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കും അല്ലേ? 5 മിനിറ്റ് കൊണ്ട് കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്ക് ആദ്യം അറിയേണ്ടത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ചിത്ര ചേച്ചി പാടിയ തപസ്യയിൽ ഒരു പാട്ടുണ്ട്, മോഹന രാഗതരംഗം. അത് പാടി തുടങ്ങി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു 2 വരി. പക്ഷെ ഇത്തിരി ടഫാണ്. എനിക്ക് അറിയാലോ, ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊക്കെ മട്ടം വറുത്തരയ്ക്കുമ്പോഴാണ് മോഹന രാഗതരംഗമൊക്കെ പാടുകളൊക്കെ. മോഹനരാഗതരംഗം മതിമോഹനം മാനസം തഴുകി വർണ്ണങ്ങളാലെ വസന്തം അരവന്നനാലാപനമായി. മോഹനരാഗതരംഗം മതിമോഹനം മാനസം തഴുകി. അയ്യോ,
എന്റെ ദൈവം. നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടില്ല? ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടാണ്. അഥവാ ഇനി കണ്ടിട്ടില്ലെങ്കിൽ അല്ല കേട്ടിട്ടില്ലെങ്കിൽ ഒരു തവണ കേൾക്കേണ്ട പാട്ടാണ് അല്ലേ? പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു കാസറ്റ് ആയിരുന്നു ആ പാട്ടുകൾ. സാധാരണ ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരക്കില്ലാതെ വീട്ടിൽ വരുമ്പം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനാണോ താല്പര്യം, അതോ വല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കണോ, അതോ ആരെങ്കിലും ഹസ്ബൻഡ് ഉണ്ടാക്കി തരുന്നോ? എന്താണ് ഹസ്ബൻഡ് ഉണ്ടാക്കി തരണം? എന്റെ ഈശ്വര ഇത് കേൾക്കണുണ്ടല്ലോ. എന്റെ അമ്മായിമ്മ ഇത് കേൾക്കണം. എന്റെ മദറിലേക്ക് അമ്മച്ചിയുടെ റെസിപ്പിയാണ് ഇതല്ലേ. അമ്മച്ചിക്ക് അറിയാം ഒരു സാധനവും എന്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്യാൻ അറിയില്ല. അവർക്ക് അറിയാം. അവർ ഡാഡിയും മകനും ഒക്കെ അവരൊക്കെ ആ രീതി എല്ലാം അമ്മച്ചിക്കെല്ലാം അമ്മച്ചി കുക്ക് ചെയ്യുക, അവർ കഴിക്കാതാണ് അവരുടെ ഒരു രീതി. തേങ്ങയുടെ പകുതി മൂപ്പായിട്ട് ആയിക്കോട്ടെ. ഇല്ലേ? ഇതിനകത്ത് ഗരം മസാലയുടെ ആവശ്യമില്ല. അതാണ് പറഞ്ഞ അമ്മച്ചിയുടെ സ്പെഷ്യൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതിനകത്തൊക്കെ വെളിച്ചെണ്ണയും ഗരം മസാല ഒക്കെ ഇടുന്നത് മട്ടൺ വെക്കേ. പക്ഷെ ഇത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്. അതിന്റെ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ മട്ടൺ നിൽക്കും. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മളിപ്പം മലയാള സിനിമയിൽ ഒരുപാട് പ്രഗത്ഭരായ അഭിനേത്രികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവണമെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ട്? ഞാൻ പണ്ട് ദൂരദർശനിൽ ഹിന്ദി ഫിലിംസ് കുറേ എനിക്ക് ഷബ്നാസ്മിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കോംപ്ലിമെന്റും കിട്ടിയിട്ടുണ്ട് പണ്ട്. ഞാൻ വന്ന് വളയം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുരളിച്ചേട്ടന്റെ. അപ്പൊ ആ സമയത്ത് 2 പടം ഒരു സമയം അറ്റ് എ ടൈമില് ഞാൻ 2 പടം ഒരുമിച്ച്, യോദ്ധ പടവും വളയവും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. യോദ്ധയിൽ ലാലേട്ടന്റെ സിസ്റ്ററായിട്ട് പാലക്കാട് തന്നെ കുറച്ച് ദൂരം മാറിയിട്ട് അവിടെ കുറച്ച് ഇപ്പുറത്ത് വളയവും നടക്കുകയാണേ. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിന് ഞാനൊന്ന് കട്ടിയിട്ട് നമ്മുടെ മസാല എന്റെ കരിഞ്ഞു പോയാൽ കംപ്ലീറ്റ് കഴിഞ്ഞു. അറിയാം, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ എന്റെ മല്ലിപ്പൊടിയാണ്. അതെ, ഞാൻ ആദ്യം മല്ലിപ്പൊടി ഇട്ടോട്ടെ, എല്ലാവരും ഒരേപോലെ. അപ്പൊ നമ്മൾ മല്ലിപ്പൊടി മാത്രം ഒരു 3 സ്പൂൺ, കാരണം ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ ഞാൻ ഇടുകയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു പൊടിക്ക് കൂടി ഇട്ടോ ഓട്ടെ, മല്ലിപ്പൊടി. ഓക്കെ, ഇനി മുളക് പൊടി. നമ്മൾ ആകെ 2 ചെറിയ പച്ചമുളക് മാത്രമേ എൻ്റെ അടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു 2 സ്പൂൺ മുളക് പൊടി അധികം വേണ്ട, അധികം എരിവ് വേണ്ട ഇതിൻ്റെ അകത്ത്. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മളിതാ കുരുമുളക്, ഒരിത്തിരി കുരുമുളകും കൂടി ഇട്ട ഒരു 1/4 സ്പൂൺ ഇട്ടു. ഓക്കെ, ഇത്തിരി ഫ്ലെയിം കൂട്ടി വെക്കട്ടെ സാർ. ബാക്കി പറയുന്നു നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരൊക്കെ കേട്ടോണ്ടിരുന്ന ഒരു സംഭവമാണ്. യോദ്ധ വരെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ 2 ഷൂട്ട് നടക്കുകയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കോംപ്ലിമെന്റ് ആരോ തന്നു തുടങ്ങിയ കഥയാണ്. അത് യോദ്ധയായി വളയമായി കുറേയായി. അങ്ങനെ നിൽക്കുമ്പോൾ അതിന് മുരളിച്ചേട്ടൻ ഉണ്ടല്ലോ. അപ്പൊ മുരളിച്ചേട്ടൻ ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ മുരളിച്ചേട്ടൻ എന്നോട് ഉർവശിച്ചിയും എല്ലാവരോടും മുരളിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൾക്ക് കുറച്ച് എവിടെയോ നല്ല കുറച്ച് ഒരു ആർട്ടിസ്റ്റിന്റെ ഇത് എനിക്ക് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഉർവശിച്ചെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ യോദ്ധയുടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഉർവശിച്ചത് പറയുകയും ചെയ്തു. സ്റ്റേജിൽ പറഞ്ഞു, ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അറിയോ ലാലുവിനൊരു കാര്യം അറിയോ, അന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞതാണ് ഇവള് നല്ലൊരു ആക്ട്രസ് ആയിട്ട്. പക്ഷെ എൻ്റെ തലവര ഇതായതുകൊണ്ടായിരിക്കും സിനിമയിൽ എനിക്ക് വലിയ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനോ സിനിമയിൽ വലിയ ഒരു ഇതിലേക്ക് വരാനോ എനിക്ക് പറ്റിയില്ല. പക്ഷെ TV സംബന്ധിച്ചിടത്തോളം എനിക്ക് ഐ എം ഹാപ്പി. ഒത്തിരി കഥാപാത്രങ്ങൾ കിട്ടി. തീർച്ചയായിട്ടും അത് നമ്മൾ ഇവിടെ തന്നെ കണ്ടില്ല. അപ്പൊ എന്റെ ഇത് ഏകദേശം പരുവമായി. നമുക്ക് അരയ്ക്കേണ്ട സമയമായി. അരയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കാം അല്ലേ? അപ്പൊ സുരക്ഷിട്ടാ, ഞാൻ എന്റെ അരപ്പ് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാന്നാണ് എന്റെ അമ്മച്ചു പറയാ. ഇനിയിപ്പോ നമുക്ക് എളുപ്പ പണിയാണ്. ഓക്കെ, നമ്മള് ഈ മട്ടൺ വേവിച്ച് വെച്ചതിനെ നമ്മൾ ഇതിലേക്ക് അങ്ങ് തട്ടുകയാണ്. ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ആയിക്കോട്ടെ, 2 കൂടെ അല്ലേ? അത്രേ ഉള്ളൂ. വെറുതെ വേറെ പണിയൊന്നുമില്ല നമുക്ക് എളുപ്പം. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അപ്പോഴും കടുക് പൊട്ടിച്ച് നമ്മുടെ ഈ ഇതിനൊക്കെ ചെറിയ ഉള്ളി നന്നായിട്ട് ഇതും കൂടെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അത്രേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞു. മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അമ്മ ഉണ്ടാക്കുന്നത് ഒരു 2 സാൻഡ്വിച്ച് ഉണ്ടാക്കമ്മന്ന് പറയുന്നത്. ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ അച്ഛനും മോനും ദോശക്കാരാണ്. ദോശ ക്രൈസ് ആണ് എല്ലാവരും. നമുക്ക് കടുക് പൊട്ടിക്കാനല്ല, ദോശ ഫാമിലിയാണ് ഞങ്ങൾ. കുറച്ച് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഇതായിക്കോട്ടെ അല്ലേ? എണ്ണ ചൂടായിട്ട് വേണം. അതെ അതെ അതെ. പിന്നെ പുതിയ പ്രൊജക്ടുകൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു പ്രൊജക്റ്റും കൂടി ഇപ്പൊ ഞാൻ കമ്മിറ്റായി, അതും വർക്ക് നടക്കണം. പിന്നെ മനു അതുപോലെ നമ്മുടെ കേരളത്തില് ഭാഗ്യലക്ഷ്മി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ കടുക് പൊടിച്ചപ്പോ ഞാൻ നല്ല നമ്മുടെ കറിവേപ്പില ഇട്ടു. അപ്പൊ ഇത് നമ്മുടെ ചെറുത് ചൂടുന്നിട്ടൊന്ന് തിളക്കുന്നിട്ട് അതൊന്ന് തമ്മിലൊന്ന് ബ്ലെൻഡ് ആയിക്കോട്ടെ. ഒരു ചെറിയ സ്പൂൺ.
അത് ചെറിയ ഉള്ളി ഇതിന്റെ ഒരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. അതിന്റെ അത് അമ്മച്ചി പറയും ഒരു വാളൻ അങ്ങോട്ട് ഉള്ളി വേണമെന്ന് പറയും. അപ്പൊ അതങ്ങോട്ട് നന്നായിട്ട് നല്ലൊന്ന് എന്താ പറയാ നല്ല മുരിഞ്ഞ ആ ഒരു ഭാഗമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് മേളിലേക്ക് വിതറി കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ സ്പെഷ്യൽ മട്ടൺ റെഡിയാവും. നമ്മൾ തലപ്പാൽ വെച്ചിരുന്നതാണ് കേട്ടോ തേങ്ങ, ഒരു അരമുറി തേങ്ങയുടെ. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ഇത് കുറച്ചും കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പം നല്ല ഇത് അരച്ചതായതുകൊണ്ട് നന്നായിട്ട് കുറുകി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഇനി തിളക്കിയൊന്നും വേണ്ട. കുറച്ച് തിള വന്നു നിർത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു കൂട്ടും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലീലാമാസ് മട്ടൺ കറി റെഡിയാവും. സ്പെഷ്യൽ. സിമ്പിളായിട്ട് മട്ടൻ മഞ്ഞപ്പൊടിയും ലേശം തേങ്ങാപ്പാലിലും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വേവിച്ചു, 3 വിസിലടിച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് നല്ല ചുമന്ന നിറമായിട്ട് ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തരച്ചെടുത്തു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. 1-ാം പാൽ ഒഴിച്ചു. പിന്നീട് കടുകും വത്തൽമുളകും കറിവേപ്പില ഇട്ട് താളിച്ചതിനകത്തോട്ട് ഒരുപാട് ചുവന്നുള്ളി, ഒരു വാളൻ ഉള്ളി കൂടിയിട്ട് നല്ല മൂപ്പിച്ച് കറിയിട്ട് മട്ടൻ കറി റെഡിയായി. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ആ ഇറച്ചിയുടെ ഫ്ലേവർ, ആ ഇറച്ചി സ്റ്റോക്കിനകത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തത്. അപ്പോൾ തന്നെ ആ ചാറിനകത്ത് മൊത്തം നമുക്ക് ആ ഒരു സ്വാദും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് മനസ്സിലാവും ആദ്യം തന്നെ. ചേച്ചി നല്ല നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി, ഒരു വ്യത്യസ്തമായ രുചി നോക്കി. ഒന്നൊന്ന രുചിയിൽ വരുന്നു. കുറെ എക്സ്പീരിയൻസ് പറഞ്ഞു, നമ്മളായിട്ട് ഒരു പാട്ട് പാടി തന്നു, നല്ലൊരു അടിപൊളി. പക്ഷെ എന്റെ ഒരു സങ്കടം പറയാം, ഞാൻ എപ്പോഴും വരികയും ഇതുപോലെ ഈ സുരേഷ് ഏട്ടനൊക്കെ പോലെ വലിയ വലിയ ഷെഫുമാർ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ വന്നിരുന്ന് അത് ടേസ്റ്റ് ചെയ്യാനായിരുന്നു എന്റെ ആഗ്രഹം. നേരെ ഓപ്പോസിറ്റ് ടൈപ്പ്. ഇനിയിപ്പോ എന്തായാലും സുരേഷ് ഏട്ടൻ കുക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു സംഭവത്തിൽ വരുമ്പോഴേക്കും എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നമ്മൾ വിളിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ ഒത്തിരി അഭിനയിച്ച് സന്തോഷമായിട്ട് ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നമ്മുടെ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും, ലഞ്ചിന് കഴിക്കും, ഡിന്നറിന് കഴിക്കും. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അപ്പമില്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. അപ്പം ഇത് നമ്മളൊരു മുട്ടയപ്പവും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തോരൻ ചമ്മന്തി എന്ന് പറയും. അത് കൊല്ലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന തേങ്ങ ചമ്മന്തി വറുത്തെടുക്കുന്നതാണ്. അസാധ്യമായ സ്വാദാണ്. അപ്പത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, അരമുറി തേങ്ങ നമ്മൾ തിരിഞ്ഞെടുക്കും. അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പച്ചമുളക് കൂടി ഇടാം. ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം തൊടാതെ ചതച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചമ്മന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ തേങ്ങ നമ്മൾ ചതച്ചെടുത്തു. ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനി വറുത്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണയൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാധാരണ ചമ്മന്തിക്കൊക്കെ നമുക്ക് പുളി ഇടും, ഇതിൽ പുളിയൊന്നുമില്ല, മുളക് പൊടി മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് പുളിയില്ലാത്ത ഒരു തോരൻ ചമ്മന്തിയാണ്. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ചുമന്ന മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തിരിങ്ങിയ ചമ്മന്തി ഇതിനകത്ത് ഇടുകയാണ്, ഒതുക്കിയ ചമ്മന്തി. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരണം, ചെറിയ ചൂടിൽ ഒതുക്കി വെക്കാം. ആ സമയത്താണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. നമുക്ക് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ മുട്ടയപ്പം ഇതിനോടൊപ്പം തന്നെ ചൂടാം. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച്
അതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ച് സെൻറ്ററിൽ ഒഴിക്കുകയാണ്. ചൂടോടുകൂടി അപ്പം ആവുന്നു. നമ്മുടെ ചമ്മന്തി അങ്ങനെ ഡ്രൈ ആയിട്ട് പീരയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിൻ്റെ മുട്ട ഇങ്ങനെ അപ്പം അതിൻ്റെ ആ മഞ്ഞക്കരുവിനേക്ക് ലേശം വേണമെങ്കിൽ ഉപ്പ് വെതറി കൊടുക്കാം. അതിനോടൊപ്പം ലേശം കുരുമുളക് പൊടി ഇതുണ്ട. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ പാർട്ട് കറക്റ്റായിട്ട് കുക്കായി സൈഡൊക്കെ നല്ല റെഡിഷ് കളറിൽ മുരിഞ്ഞു വന്നു. അപ്പം റെഡിയാണ്. മുട്ടയപ്പം റെഡിയാണ്. അതിനോടൊപ്പം തന്നെ ചൂടോടുകൂടി ഇങ്ങനെയുള്ള ചമ്മന്തി കണ്ടോ. തേങ്ങ നേരത്തെ നമ്മൾ കുഴഞ്ഞതിൻ്റെ ജലാംശം മൊത്തം വറ്റി ഡ്രൈ ആയി. ഇനി മുട്ടയപ്പത്തിലേക്ക് കുറച്ച് ചമ്മന്തി. ഇത് ഒരു സിമ്പിൾ അടിപൊളി ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കണം. മുട്ടയപ്പവും തോരൻ ചമ്മന്തി. താങ്ക് യു സോ മച്ച്. ഹലോ, ഞാൻ സെമി സത്താർ കാസർഗോഡ് നിന്നാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷ് പെട്ടിപ്പത്തിരിയാണ്. പുതിയാപ്പിള സൽക്കാരങ്ങളിലൊക്കെ വളരെ സുപരിചിതമായ ഒരു ഡിഷ് കൂടിയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പാന് ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗണായി വരുന്ന സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദമാവിലേക്ക് 1 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇത് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ സവാള ഇപ്പോൾ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചെയ്ത് വെച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകം പൗഡർ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച്
മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല റെഡിയായി. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടിപ്പത്തിരി ആയതുകൊണ്ട് തന്നെ 4 സൈഡിലായിട്ട് നമുക്കൊരു പെട്ടിയുടെ ഷേപ്പിൽ ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടി പോലെ മടക്കിയെടുത്തിട്ട് നമുക്കിത് മുട്ടയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇപ്പം ഞാൻ പെട്ടിപ്പത്തിരി മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നുള്ളത്. ഇത് 2 വശവും നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് ഒരുപാട് കുക്കാവണമെന്നൊന്നുമില്ല. ഓൾറെഡി കുക്ക്ഡ് ഐറ്റമാണല്ലോ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ പെട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സെമി പെട്ടിപ്പത്തിരി റെഡി ആയില്ലേ? പെട്ടിപ്പത്തിരി റെഡി. എന്താണ് ഈ ഡിഷിന്റെ പ്രത്യേകത? ഇത് കാസർഗോഡ് പുതിയപ്പള സൽക്കാരങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടാവും. തെക്കുള്ള ചെക്കന്മാരൊക്കെ കാസർഗോഡ് പോയി കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ടും ഈ സാധനമൊക്കെ ആയിരിക്കും കഴിക്കാൻ പറ്റുക. മലബാറിലെ പുയ്യാപ്പിളമാർക്ക് കല്യാണം കഴിഞ്ഞ് സൽക്കാരത്തിന് വരുമ്പം അമ്മായിമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്നൊന്നല്ല 100 കണക്കിന് പലഹാരങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്യാണ് പെട്ടിപ്പത്തിരി. നല്ല മസാലയാണ്, സ്പൈസി ഉണ്ട്, നല്ലൊരു സ്നാക്സ് ആണ്, ഒരു അടിപൊളി ഡിഷാണ്. താങ്ക് യു സെമി.